ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഭാവികാല ശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 5-ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവമേ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ സെക്ഷനിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ഇവിടെ മഹോപദ്ര കാലഘട്ടമായിരിക്കുമെന്നും അത് 7 വർഷമായിരിക്കും. അതിൻ്റെ ഒടുവിലത്തെ സമയമാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വ പ്രതിഷ്ഠയിലൂടെ ഒലിവുമലയിൽ വരികയും എതിർ ക്രിസ്തുവിൻ്റെ സൈന്യമായി യുദ്ധം ചെയ്ത് അവിടെ തോൽപ്പിക്കും. അതിനുശേഷം ഇവിടെ 1000 ആണ്ട് വാഴ്ച തുടങ്ങുമെന്ന് നമുക്ക് ചിന്തിപ്പാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷൻ ചിന്തിക്കാൻ പോകുന്നത്. സഹസ്രാബ്ദ വാഴ്ചയുടെ നാളുകളിൽ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകുമ്പോൾ ഈ ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതുകൊണ്ട് ചിന്തിച്ച് നമ്മൾ ഈ വിഷയത്തിന് തൽക്കാലം വിരാമം വിടുകയാണ്. ഈ തരുന്ന റെഫറൻസുകൾ നിങ്ങളെടുത്ത് വായിച്ച് നോക്കുകയും പ്രാർത്ഥനയോടെ കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഉത്സാഹിക്കും ഞാൻ നേരെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, വെളിപ്പാട് 20-1 മുതൽ വായിക്കുമ്പോൾ സാത്താൻ ബന്ധിക്കപ്പെടും എന്നുള്ളതാണ്. ഈ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞ് നരകുലത്തെ കെണിയിൽ കൊണ്ട് ചാടിച്ചതായ സാത്താൻ ബന്ധിക്കപ്പെടുന്നൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ടായിരിക്കുകയില്ല. യിരെമ്യാവ് 23-5, യെശയ്യാവ് 32-1 പഠിക്കുമ്പോൾ അത് നീതി സ്ഥാപിതമായ ഒരു ഭരണമായിരിക്കും. തട്ടിപ്പുകൾ ഉണ്ടായിരിക്കില്ല കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടമൊക്കെ നമുക്കറിയാം, എല്ലാ നിലകളിലും മനുഷ്യനെ ചീറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. ഒരു തട്ടിപ്പ് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ പുതിയ തന്ത്രവുമായിട്ട് വന്ന് ആ തന്ത്രങ്ങളുണ്ടാക്കി മനുഷ്യനെ വീഴ്ത്തുന്ന ഒരു കാലഘട്ടം. പലപ്പോഴും നീതിക്ക് അർഹരായവർക്ക് നീതി കിട്ടാത്തൊരു കാലഘട്ടം. അപ്പോൾ അതിലും പറയുന്നത് നീതിയോടെ ഒരു രാജാവ് ഭരണം നടത്തും എന്നുള്ളതാണ്. ആ ഭരണത്തിൽ, ആ രാജ്യത്തിൽ പ്രജകളായി തീരുവാൻ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവർക്കായി ഞാൻ ജീവിതത്തെ സ്തുതിക്കുകയാണ്. മരണം എപ്പോഴും സംഭവിക്കാം, കർത്താവിൻ്റെ വരവും എപ്പോഴും സംഭവിക്കാം. ഇതിന് ശേഷമായിട്ട് അപ്രകാരം ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഒരു മരിച്ചു പോയിട്ട് അവൻ്റെ മരണശേഷം ആരെല്ലാം എന്തെല്ലാം ചെയ്താലും അവന് എന്ത് ചെയ്യാൻ കഴിയില്ല, ദൈവത്തിൽ വരാൻ കഴിയില്ല. അതുപോലെ കർത്താവ് പോലും നമുക്കറിയില്ല. കർത്താവ് വന്നാൽ കൃപായുഗം അവസാനിക്കുക, സഭായുഗം അവസാനിക്കുക, പിന്നെ അതിനൊരു ചാൻസ് ഇല്ല. അതുകൊണ്ട് ആ നീതിയുള്ള രാജ്യത്തിലെ പ്രജകളായി തീരുവാനായി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യേണ്ട നിമിഷം ഇപ്പോഴാണ്. ഇതുവരെയും യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചെടുത്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ തീരുമാനമെടുക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ സമയം വിനിയോഗിപ്പാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ആ കാലഘട്ടം ഫലസമൃദ്ധമായൊരു കാലഘട്ടമായിരിക്കും. യെശയ്യാവ് 4:1
യെശയ്യാവ് 41:18-19, യെഹെസ്കേൽ 34:26-27, യെശയ്യാവ് 35:6-7, യെശയ്യാവ് 35:1-2, ആമോസ് 5:9-13 വരെ, യെഹെസ്കേൽ 36:34-35 വരെ കാര്യത്തിൽ കാണുന്നത് നീതിയുള്ള കാലഘട്ടമായിരിക്കും, ഫലസമൃദ്ധമായ കാലഘട്ടമായിരിക്കും. ഇന്ന് എന്തെല്ലാം വളങ്ങളിട്ട് കൊടുത്താലും ഉദ്ദേശിക്കുന്ന വിളവ് കിട്ടാത്തൊരു കാലഘട്ടമായിരിക്കുമ്പോൾ, അനേക കൃഷിസ്ഥലങ്ങൾ ഇന്ന് പാഴ്ഭൂമികളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഫലസമൃദ്ധമായ ഒരു കാലഘട്ടമായിരിക്കും, ഭൂമി ഫലഭൂയിഷ്ഠമായിരിക്കും കർത്താവിൻ്റെ ഭരണസമയത്ത്. മറ്റൊരു കാര്യം, സെഖര്യാവ് 13:2, മീഖ 5:13-14, യെശയ്യാവ് 2:21, യിരെമ്യാവ് 17:7-8 വരെയും, യെശയ്യാവ് 30:22, നഹൂം 3:14 ചേർത്ത് പഠിക്കുമ്പോൾ കാണുന്നത് കാലഘട്ടങ്ങളിൽ ക്ഷാമം ഉണ്ടാകുകയില്ല, വിഗ്രഹങ്ങൾ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഭരണകൂടങ്ങളെല്ലാം പട്ടിണി അകറ്റുവാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും കണ്ടുപിടിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ടും പട്ടിണി മരണങ്ങളും ആത്മഹത്യകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ ഭരണസമയത്ത് ക്ഷാമം ഉണ്ടാകുകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ആവർത്തനം 18:10-11, യെശയ്യാവ് 2:18, മീഖ 5:12, സെഖര്യാവ് 13:2-3 പഠിക്കുമ്പോൾ കാണുന്നത് കാലഘട്ടങ്ങളിൽ സാത്താൻ സേവക്കാർ ഇല്ലാതാകും. മാത്രമല്ല സൃഷ്ടാവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന ദിവസങ്ങളായിരിക്കും അത്. നമ്മൾ വിശ്വാസത്തിൽ ആരാധിക്കുക, നമ്മൾ ഉൾക്കണ്ണിൽ അകക്കണ്ണിലൊരു പ്രതീക്ഷയോട് നമ്മൾ ആരാധിക്കുക. നമ്മുടെ പിതാവിനെ, നമ്മുടെ സൃഷ്ടാവിനെ, നമ്മുടെ അരമനാഥനെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന ഒരു ആരാധനാ ദിനങ്ങളായിരിക്കും കർത്താവിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാകുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മൾ വായിച്ച മറ്റൊരു കാര്യം എന്താണ്? സാത്താൻ സേവക്കാർ ഇവിടെ ഉണ്ടാകുകയില്ല. യെശയ്യാവ് 30:26 വായിക്കുമ്പോൾ പ്രകാശ വർധനവ് ഉണ്ടാകുമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് 17:8 മുതൽ പഠിക്കുമ്പോൾ കാണുന്നത് മഹാപീഡന കാലത്ത് ചൂട് വർദ്ധിക്കുമെന്നാണ്. എന്നാൽ കർത്താവിൻ്റെ ഭരണകാലത്ത് പ്രകാശം വർദ്ധിക്കുന്നതിനാൽ ചൂട് വർദ്ധിക്കാത്തതിനാൽ പല സമൃദ്ധിയും ദീർഘായുസ്സും ഉണ്ടാകും. എത്ര ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളാണ് ദൈവം നമുക്കൊണ്ട് ഒരുക്കിയിരിക്കുന്നത്. ആ രാജ്യത്തിലെ പ്രജകളായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. യെശയ്യാവ് 11:6-8 വരെയും, യെശയ്യാവ് 65:25, റോമർ 8:19-22 പഠിക്കുമ്പോൾ മൃഗങ്ങളുടെ സ്വഭാവത്തിലും വലിയ മാറ്റം ഉണ്ടാകുന്ന കാണുന്നുണ്ട്. പുലിയും കുഞ്ഞാടൊക്കെ ഒരുമിച്ച് മേയുന്നൊരു കാലഘട്ടം, ആണലിയുടെ പോത്തിൽ കൈയിട്ടാൽ ഒന്നും സംഭവിക്കുന്നൊരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ക്രൂരജന്തുക്കളായ ഹിംസ്രജന്തുക്കളായ ആ ജീവികൾക്ക് പോലും സ്വഭാവത്തിൽ വളരെ പ്രകടമായ മാറ്റമുണ്ടാകുന്നൊരു കാലഘട്ടമാണ് കർത്താവ് ഭൂമിയിൽ ഭരിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മെ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ശ്രേഷ്ഠമേറിയ ഒരു രാജ്യത്തിലെ പ്രജയായി തീരുവാനായി നമ്മുടെ ജീവിതത്തെ സൂക്ഷിപ്പാൻ കർത്താവ് സഹായിക്കുമ്പോഴാകട്ടെ. യുദ്ധം ഉണ്ടാകുകയില്ല. യെശയ്യാവ് 32:17-18 വരെയും, സംഖ്യ 72:7, മീഖ 4:3, യെശയ്യാവ് 2:4 പഠിക്കുമ്പോൾ യുദ്ധമുണ്ടാകുകയില്ല, സമാധാനമായിരിക്കും, സമാധാനപൂർണ്ണമായിരിക്കും ഭരണം. ലോകത്താകമുള്ള ജനത്തിന് യുദ്ധമില്ലാതെ സമാധാനപൂർണ്ണമായി ജീവിക്കാനുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടം മറന്നു പോകരുത്. പിന്നെ നമുക്കറിയാം ഇത്രമാത്രമൊക്കെ മനുഷ്യൻ ശ്രമിച്ചിട്ട് യുദ്ധത്തെ തടയിടുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സമാധാന പ്രഭുവായവൻ ഈ ലോകം ഭരിക്കുമ്പോൾ
യുദ്ധമുണ്ടാകുകയില്ല. മാത്രമല്ല സാർവലൗകികമായ ഏകമതം യോഹന്നാൻ 10:18 നിവൃത്തി അവിടെയാണ് കാണുന്നത്. സെഖര്യാവ് 8:2 മുതൽ 22 വരെയും യെശയ്യാവ് 2:3 സങ്കീർത്തനങ്ങൾ 72:11 മുതൽ 17 വചനങ്ങളും 1 കൊരിന്ത്യർ 6:2 സെഫനിയാവ് 3:9 ഫിലിപ്പർ 2:8 മുതൽ 10 വരെയൊക്കെ പഠിക്കുമ്പോൾ കാണുന്നത് സാർവലൗകികമായ ഏകമതമായിരിക്കും. ഒരേ രാജാവ്, ഒരേ ഒരു രാജാവ്. ആ രാജാവിൻ്റെ കീഴിൽ ഒരേ ഒരു കൂട്ടമായിട്ട് നമ്മൾ വാഴുന്നു. എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണിത്! എത്ര ശ്രേഷ്ഠകരമായ ഒരു പദവിയാണത്! ആ പദവിയിലേക്ക് എത്തിയിട്ടുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. പത്രോസ് പറയുന്നില്ല, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശം കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു നാമമില്ലാതെ വേറൊരു നാമമില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വഴിയിലൂടെ ആ മഹത്വകരമായ അവസരം ചേരുവാനായിട്ട് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദാനിയേൽ 7:18 27 1 കൊരിന്ത്യർ 6:2 2 തിമോഥെയോസ് 2:1 വെളിപ്പാട് 20:4 മത്തായി 19:28 ലൂക്കോസ് 22:29 30 ചേർന്ന് പഠിക്കുമ്പോൾ കാണുന്നത് ആ കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ ലോകത്തെ വാഴുമെന്നുള്ളതാണ്. നമ്മുടെ രാജാവായി നമ്മുടെ കർത്താവ് വാഴുമ്പോൾ നമ്മുടെ ദാസീദാസന്മാർ നമ്മൾക്കും ഈ ലോകത്തിൻ്റെ ചില ഭാഗങ്ങൾ കിട്ടുന്നുള്ളതാണ്. അല്ലെ, ഇന്ന് ഭരണ സംവിധാനങ്ങൾ വിധിച്ചു കൊടുത്തിട്ടുള്ളതുപോലെ രാജ്യത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെയും താലൂക്കിൻ്റെയും വില്ലേജിൻ്റെയും പഞ്ചായത്തിൻ്റെയും വാർഡിൻ്റെയൊക്കെ ഉള്ളതായ ഓരോ വിധമെപ്പുകൾ നടക്കും. അവിടെയൊക്കെ നമുക്കും നമ്മുടേതായുള്ള ഒരു റോളുണ്ടായിരിക്കും, അധികാരമുണ്ടായിരിക്കും. അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണ പങ്കാളിത്തമായി പോകാനായിട്ട് കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. അതിനോട് ഉത്സാഹിപ്പം കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ഇവിടെ ഒരു വാർഡ് മെമ്പറായാൽ, പഞ്ചായത്ത് പ്രസിഡൻ്റായാൽ, ഒരു MLA ആയാൽ, ഒരു MP ആയാൽ, ഒരു മന്ത്രി ആയാലൊക്കെ ഉള്ള അല്ലേ ആ ശ്രേഷ്ഠവരെ അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ കർത്താവിൻ്റെ രാജ്യത്തിലും ചില സാരഥികളായി ഭരണം കയ്യാളുന്നവരായി മാറുന്നത് തൻ്റെ വിശുദ്ധ കൂട്ടമാണ്. ആ കൂട്ടത്തിൽ നീയും കാണപ്പെടുവാൻ സമർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൂടെ ഈ ലോകത്തെ വാഴുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്തതോർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയും അവൻ്റെ വരവിനായി ഒരുങ്ങുവാനും അനേകം ഒരുക്കുവാനായിട്ട് ഉത്സാഹിപ്പം കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഓർക്കുക, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകലുള്ളിടത്തോളം അയച്ചവനെ പ്രവർത്തിക്കുക. രക്ഷിക്കപ്പെട്ടത് വാസ്തവമാണ്, സ്നാനപ്പെട്ടത് വാസ്തവമാണ്, അഭിഷേകം പ്രാപിച്ച നല്ല കാര്യമാണ്. ഇത് സത്യങ്ങളെല്ലാം അറിഞ്ഞ് കൂട്ടായ്മയ്ക്ക് പോകുന്ന നല്ല കാര്യമാണ്. പക്ഷെ അതേസമയം തന്നെ ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ സത്യങ്ങൾ വിളിച്ചു പറയുവാൻ കർത്താവ് വരും, ഒരുങ്ങണം, അവന് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം, അല്ലെങ്കിൽ നിത്യശിക്ഷാവിലാകപ്പെടും എന്ന് കാര്യം പറഞ്ഞു കൊടുക്കുവാനായിട്ട് കുറച്ച് പേര് നമുക്ക് ഈ തലമുറ ആവശ്യമുണ്ട്. എന്നും പറഞ്ഞ് കൊയ്ത്ത് ഏറെയുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാർക്കായി യാചിപ്പിനെന്നാണ്. നാം ഓരോരുത്തരും നമ്മെ സമർപ്പിച്ച് കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട്, സാഹചര്യത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ സാക്ഷ്യം വഹിക്കാനായിട്ട് സമർപ്പിക്കുവാനായിട്ട് കർത്താവെ സഹായിക്കുമ്പോഴാകട്ടെ. ഇനിയും നാം ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ, ഈ ശ്രദ്ധയോടെ അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ജനം നഷ്ടപ്പെട്ടു പോവുകയും അവരുടെ രക്തം ദൈവം നമ്മോട് ചോദിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മെ ഇതിന് സമർപ്പിക്കുവാനായി കർത്താവ് സഹായിക്കുമ്പോഴാകട്ടെ. യെരുശലേം ദേവാലയവും ആരാധനയെല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. സെഖര്യാവ് 6:12 13 14:16 17. നമുക്കറിയാം, യെരുശലേം ദേവാലയം പണിയാനായിട്ട് യഹൂദന്മാർ സകല കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് ആ സ്ഥലം കിട്ടിയിട്ടില്ല. ആ സമയത്ത് അവിടെ സംഭവിക്കുമെന്നാണ് എന്നും പറയുന്നത്.
1967 യെരുശലേം കൈവശമാക്കിയതാണ്. എന്നാൽ ദേവാലയം എന്ന സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളിയാണ് ഇപ്പോൾ ഉള്ളത്. മഹോദരകാലത്ത് പണിയുന്ന ആലയം നശിക്കുകയും പിന്നീട് പുനരുദ്ധരിക്കുകയും ചെയ്യുന്ന വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അന്നത്തെ ഭരണകൂടം നീതിയുള്ളതായിരിക്കും. യെശയ്യാവ് 32:1, യെശയ്യാവ് 11:1 മുതൽ 10 വരെ, മീഖ 4:1 മുതൽ 3 വരെ, 5:1 മുതൽ 2, സെഖര്യാവ് 8:20 മുതൽ 21 വരെ, യെശയ്യാവ് 2:1 മുതൽ 3 വരെ കാണുന്നത് അന്നത്തെ ഭരണകൂടം അങ്ങനെയുള്ള ഭരണകൂടമായിരിക്കും, നീതിയുള്ള ഭരണകൂടമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ നീതിയുള്ള ഭരണകൂടത്തിൽ നമ്മളായിരിക്കാനായി കർത്താവിനെ സഹായിക്കട്ടെ. അതിനോട് ഒരുങ്ങുവാനായി നമുക്ക് ഈ പാഠം ഒരു വഴികാട്ടിയായി തീരട്ടെ. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദാവീദിനും ഇവിടെ നല്ലൊരു അവകാശവും ഒരു അധികാരവും ഉണ്ടെന്ന് നമുക്ക് കാണാം. യിരെമ്യാവ് 30:9, യെഹെസ്കേൽ 37:24-25, 34:21-24 അവിടേക്ക് ദാവീദിനും തൻ്റേതായുള്ള ഒരു ഭാഗമുണ്ട് എന്നുള്ളത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാവ് 33:24, 35:5-6, 29:18, 32:3-4, മലാഖി 4:2 അവിടെ ദീനമുണ്ടാകുകയില്ല. ഇപ്പോൾ ദീനമല്ലേ ഉള്ളൂ, അല്ലേ? എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും രോഗങ്ങളും വേദനകളും കഷ്ടങ്ങളും മാത്രം. പക്ഷേ കർത്താവോട് ഭരിക്കുമ്പോഴൊന്നുണ്ടായിരിക്കില്ല, ദീനം ഉണ്ടായിരിക്കില്ല. യെശയ്യാവ് 51:11, 65:18-19, 35:10, സെഫന്യാവ് 3:14 മുതൽ 15 വരെ സാർവത്രിക ആനന്ദമായിരിക്കും. ഇന്ന് സന്തോഷിക്കാൻ മറന്നുപോയ മനുഷ്യനാണ്. നെടുവീർപ്പിട്ട് കഴിയുക, നിരാശയോടെ കഴിയുക, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ചിരിച്ച് കാണിക്കാൻ അഭിനയിക്കുക, ഉള്ളിൽ വിങ്ങിപ്പെടുന്ന ഹൃദയം എന്നോട് പോയിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവർ എന്നൊരു വിശ്വസിച്ച് വയ്ക്കുമ്പോൾ സുഖമാണെന്നും സന്തോഷമാണെന്നും പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങിപ്പെടുന്ന ഹൃദയവുമായി പോകുന്നവർ അനേകരും. പുറമേ നോക്കുന്നവർക്ക് അവർക്കൊരു കുറവില്ലെന്ന് തോന്നിയാൽ പോലും അകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങിപ്പെടുന്ന അനുഭവങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ ഭരണം സംഭവിക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? സാർവത്രിക ആനന്ദമായിരിക്കും. ഇസ്രായേൽ മക്കൾക്കും ജാതികൾക്കും ആ കാലഘട്ടങ്ങളിൽ വിവാഹവും കുടുംബവർദ്ധനവും ഉണ്ടാകും. യെശയ്യാവ് 65:20 മുതൽ 23 വരെ, സെഖര്യാവ് 8:4 മുതൽ 5 വരെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ വിശുദ്ധന്മാർ തേജസ്കരിക്കപ്പെടുന്നു. ഫിലിപ്പിയർ 3:20-21, യോഹന്നാൻ 3:1-2. വിവാഹം, മരണം എന്നിവയില്ല. വേണമെങ്കിൽ ഭക്ഷിക്കാം, പാനം ചെയ്യാം. മത്തായി 13:43, ദാനിയേൽ 12:3, വെളിപ്പാട് 20:7-9. ഇസ്രായേലിലും ജാതികളും ഭൂമിയിലുണ്ടായിരിക്കും. സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം വെളിപ്പാട് 20:7-10 വരെ കാണുന്നതാണ്. രക്ഷിക്കപ്പെട്ട ജാതികൾ, യഹൂദന്മാർ, ദൈവസഭ എന്നിവർ നിത്യത മുഴുവനും കർത്താവിൻ്റെ കൂടെ വാഴും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് നിത്യതയാണ്. നമ്മളെ യുഗങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ചപ്പോൾ അതിലത്തെ ഏറ്റവും ഒടുവിലത്തെ സഹസ്രാബ്ദ ഭാഷ പിന്നെയുള്ളത് ഏതാണ്? നിത്യതയാണ്. കോടാനുകൂടി വർഷം ദൈവവും നമ്മളുമായിട്ട് ഒരുമിച്ചുള്ള വാസമാണ് നിത്യതയിലേക്ക് കാണുന്നത്. ആ നിത്യത ആർക്കും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ വരവ് എപ്പോഴൊന്നും സംഭവിക്കാം. എപ്പോഴാണെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. കാരണം അതിൻ്റെ സമയം ആരെയും അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ മരണവും എപ്പോഴും സംഭവിക്കാം. അതിൻ്റെ സമയവും നമുക്ക് ആർക്കും അറിയത്തില്ല. മരിച്ചുപോയാൽ മരണശേഷം ഒരുവനെ നരകത്തിൽ നിന്ന് തുറത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. ലാസറിനെയും കഥ കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞില്ലേ, ബ്രഹ്മതാവ് പറയുന്നുണ്ട്, അവിടെ നിന്ന് ഇവിടേക്കോ ഇവിടെ നിന്ന് അവിടേക്കോ ഒരാൾക്കും വരാൻ കഴിയുകയില്ല. എവിടെയാണോ പോസ്റ്റ് ചെയ്തത് അവിടെയാണ് നിത്യത മുഴുവനും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൈവിടപ്പെട്ടു പോകരുത്. യേശു വരുമ്പോൾ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ആയിരിക്കണം. കൈവിടപ്പെട്ടു പോകാൻ ഇടവരരുത്. ആണ് ജീവിതത്തിൽ ഉത്തരവാദിത്വം. കാരണം ഒന്ന് കൈവിടപ്പെട്ടു പോയാൽ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയിലേക്കാണ് പിന്നെ വീഴുന്നത്. യേശു വന്ന് രക്ഷ പ്രാപിച്ചാലോ ഒരു ശിക്ഷാവധി ഇല്ല. ശിക്ഷാവധി കഴിഞ്ഞവരായി കർത്താവിൻ്റെ രാജ്യത്തിൽ കാണപ്പെടുവാനായിട്ട് കർത്താവ് സഹായിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് ഇത് കൂടെ കൂടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നാം ദൈവം പഠിക്കുമ്പോൾ ആദ്യ മനുഷ്യനെ അനുസരണക്കേടാൽ
മനുഷ്യരെല്ലാവരും പാപികളായി തീർന്നു വചനം പറയുന്നത്. റോമർ 3:19-21 പഠിക്കുമ്പോൾ കാണുന്നത് എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ശിക്ഷയ്ക്ക് പാത്രങ്ങളായി തീർന്നു പറയുന്നത്. ഇതുമായി മടഞ്ഞ് ദിവസനയിൽ എല്ലാവരും ശിക്ഷായോഗ്യരായി തീർന്നിരിക്കുകയാണ്. ഇനി മനുഷ്യൻ എന്തെങ്കിലും നീതി പ്രവർത്തി ചെയ്ത് രക്ഷപ്പെടാൻ കഴിയുമോ? വചനം പറയുന്നത് മനുഷ്യൻ്റെ നീതി പ്രവർത്തികളെല്ലാം കര പുരണ്ട തുണി പോലെയെന്നാണ്. ശരിയുള്ള ട്രാൻസ്ലേഷൻ രക്തക്കര പുരണ്ട തുണി പോലെയെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നീതി പ്രവർത്തി കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മെ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുവാനിടയായിത്തീർന്നു. നമുക്കിവിടെ മരിച്ചു. യേശു പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. പത്രോസിലേ പറയുന്നുണ്ട്, മറ്റൊരുത്തിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശം കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. പൗലോസേ പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്തനം കൊടുത്ത ക്രിസ്തു തന്നെ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലപ്രവൃത്തി 4:12 തിമോഥെയോസ് 2:5 പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പാപികളാണ്, പാപത്തിന് ശിക്ഷയുണ്ട്, നമുക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. 3 പത്രോസ് 2:24 പഠിക്കുമ്പോൾ കാണുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുകയാണ്. യേശു നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിന്മേൽ കയറി. 2 കൊരിന്ത്യർ 5:21 പഠിക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്ത യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. യെശയ്യാപ്രവചനം 53:5 പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം കർത്താവിന്റെ മേൽ ചുമത്തപ്പെടുന്നു കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, സകല സൃഷ്ടികളും തിരുമുമ്പാകെ പാപികളാകിയാൽ ഞാൻ ആ ഗണത്തിൽപ്പെടുന്നു വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഈ സ്വയം രക്ഷപ്പെടാൻ കഴിയില്ലെന്നും രക്ഷപൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമാറ്റിയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഇന്നു മുതൽ ഞാൻ കർത്താവിനെ ഭയപ്പെട്ടും യേശുവിനെ രക്ഷനെ അംഗീകരിച്ചും അങ്ങേയനുസരിച്ച് ജീവിപ്പാൻ സമർപ്പിക്കുന്നു പറഞ്ഞ് യേശുവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് പാവങ്ങളെ ക്ഷമിച്ച് അവൻ്റെ മക്കളെ ഇതിനിടയെത്തി അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്രകാരം കർത്താവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചെടുത്തവൻ അപ്രമാണം പ്രകാരം ജീവിക്കുമ്പോൾ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിൽ അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മരണം വരികയും അവൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ മറയപ്പെടുവാൻ ഇടയായിത്തീരും. അവനാണ് കർത്താവിൻ്റെ കൂടെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുകയും നിത്യത മുഴുവനും ദൈവത്തിൽ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും ആ നിത്യത നഷ്ടപ്പെടുന്നെങ്കിൽ, നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പാവക്ഷമ പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളെല്ലാം വട്ടപൂജ്യമാണ്. കാരണം അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ആത്മരക്ഷ എന്നുള്ളതാണ് നിത്യത വരെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി ഉത്സാഹിപ്പനായ കർത്താവ് എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിലെ നിലവാരം ഇന്ന് എങ്ങനെയാണ് ശതമാനം ചിന്തിക്കണം. ദൈവപ്രമാണപ്പെട്ട് അന്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കാലം തിരിക്കും, വിശുദ്ധന്മാർ ഉയർത്തും, ക്രിസ്തു മരിച്ചവർ ഉയർക്കും, അതൊരു രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടും. കൈവിടപ്പെട്ടു പോകാൻ ഇടവരുണ്ടോ ശതമാനം ചിന്തിക്കണം. കുറവുള്ള ദിവസത്തിലേറ്റ് വരണം. തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നതിന് ശുഭം വരികയില്ല. അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കാരണം ലഭിക്കും. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച്
കരം പ്രാപിച്ച് സ്ഥിതിയിലേക്ക് വരുവാനായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നാമോ ആശുപത്രിയിലേക്ക് പിന്മാറി പോകുന്നവരെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂടുതലായി തിരുവാനായി ഞാൻ സമർപ്പിക്കാം. ലോകത്തിലെ ഓരോ സംഭവങ്ങളും നമ്മൾ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായതാണ്. യുദ്ധമാണെങ്കിലും ക്ഷാമങ്ങളാണെങ്കിലും പകർച്ചവ്യാധികളാണെങ്കിലും ഭൂകമ്പങ്ങളാണെങ്കിലും രാഷ്ട്രീയ കലാപങ്ങളാണെങ്കിലും വംശകലാപങ്ങളാണെങ്കിലും സുവിശേഷത്തിനെതിരെയുള്ള എതിർപ്പുകളാണെങ്കിലും സുവിശേഷത്തിൻ്റെ വ്യാപനമാണെങ്കിലും ഒക്കെ വിളിച്ചറിയിക്കുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായെന്ന. ഒരുങ്ങുക, അനേരെ അതിനു വേണ്ടി ഒരുക്കുക എന്നുള്ള ദൗത്യം നമുക്ക് ഇനി ബാക്കി കിടക്കുക. ഒരു പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടാവും നമ്മുടെ വീട്ടിൽ, അല്ലേ? ലക്ഷ്യമായി കൈകാര്യം ചെയ്തൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതായിത്തീരും. കർത്താവ് വരികയാണ്. എപ്പോൾ വരുന്ന അറിയാൻ പാടില്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നുള്ളൊരു ആഹ്വാനമാണ് പരിശുദ്ധാത്മ നമുക്ക് നൽകുന്നത്. മരണവും സംഭവിച്ചാൽ നീ രക്ഷപ്പെടാത്തതിനായിട്ട് മരിക്കുന്നെങ്കിൽ നീ ശിക്ഷാവിധിയിലാക്കപ്പെടും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഇന്ന് നിനക്ക് ആയുസ്സുള്ളപ്പോൾ, ഇപ്പോൾ നിനക്ക് കേൾക്കുമ്പോൾ ശക്തിയുള്ളപ്പോൾ, നാളെ ജീവിതത്തിൽ സംഭവിക്കുന്ന നാളെ സംഭവിക്കുന്ന പറയാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജീവിതം കർത്താവിനെ സമർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞാനിതാ വേഗം വരുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് അടുത്ത് പകരം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് വരാറായി. കാലത്തിൻ്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങുവാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. ലോകവും പ്രകൃതിയും രാഷ്ട്രീയ മണ്ഡലങ്ങളും സാമൂഹ്യ മണ്ഡലങ്ങളും ഒക്കെ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുങ്ങുവാനും പ്രത്യാശയോടെ കാതിരി വളരെ ഒരു കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെത്തിയിരുന്നു. അവനെ സ്നേഹിക്കുന്നവൻ ഒരു വചനം പ്രമാണിക്കും, അവനെ സേവിക്കും, അവനെ ആരാധിക്കും. അവനെ സേവിച്ച് ആരാധിച്ച് എടുക്കപ്പെടുന്നവരായി ഇതിൽ കാണുവാനായിട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അവസരവും കൃപയും നൽകുന്നതിന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വിഷയത്തിന് വിരാമം വിടുകയാണ്. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട്, ആരും കൈവിടപ്പെട്ടു ഇടവരാതിരിക്കേണ്ടതിനായിട്ട്, ദൈവത്താൽ നമ്മളെല്ലാവരും സൂക്ഷിക്കപ്പെടുവാനായിട്ടും ദൈവത്തിലേക്ക് നമ്മൾ വളർന്നവരുടേതിനായിട്ട് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നില്ല കർത്താവേ, കുറവുകളെ മനസ്സിലാക്കുവാൻ, തെറ്റുകൾ ഏറ്റുപറയുവാൻ, ഉപേക്ഷിപ്പാൻ, ക്രിമിനൽ പ്രായപ്പാൻ എല്ലാം കർത്താവിനെ സ്വർഗം സഹായിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് ഒരു വ്യക്തിപരമായ ആവശ്യങ്ങൾമേൽ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുമ്പോൾ വിശേഷാൽ നിയമകാലത്തിലുള്ള രക്ഷ കരസ്ഥമാക്കിക്കൊണ്ട് എന്നെ സേവിപ്പാൻ, രാജ്യത്തിൽ കാണപ്പെടുവാൻ കർത്താവ് ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പ്രാർത്ഥിക്കുന്നവരുണ്ട്, സന്ദേശങ്ങൾ പങ്കുവെക്കുന്നവരുണ്ട്, പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി ഒരു ചെറുപെരലെങ്കിലും അനുഗ്രഹിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നീ അവരെ അനുഗ്രഹിക്കണം. ഇതിനെല്ലാം മുഖാന്തരങ്ങൾ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിച്ചറിവയ്ക്കായ സ്തോത്രം. തുടർന്നുള്ള വിഷയങ്ങളുമേലും ആളുകളിലും കൃപ പറഞ്ഞങ്ങളെ പിന്നെയും വചനം പഠിക്കാൻ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാമത്തെ എല്ലാ നിലകളിലും മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഇത്രത്തോളം ശ്രമിച്ചതിനെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മൾ അടുത്ത സെക്ഷനിലെ സഭാശാസ്ത്രം എന്ന വിഷയം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഈ പാഠ്യപദ്ധതിയിലെ വിഷയങ്ങളെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് 24 വിഷയമാണ് നമ്മൾ അന്ന് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിഷയം 34ാമത്തെ വിഷയമാണ് എനിക്ക് തോന്നുന്നു. തുടർന്ന് മരുവൻ കർത്താവ് നമ്മെ സഹായിച്ചു. അടുത്ത വിഷയം 35ാമത്തെ വിഷയം തുടങ്ങുന്നത് സഭാശാസ്ത്രമായിരിക്കും. 36ാമത്തെ വിഷയം പരിശുദ്ധാത്മാ ശാസ്ത്രം ആയിരിക്കും.
ഇതുവരെയും സഹകരിച്ച നിങ്ങളോട് തുടർന്നും സഹകരണം ചോദിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കണം, സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, മറ്റുള്ളവരെ പരിചയപ്പെടുത്തണം. പുതിയ പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു. നിങ്ങളെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ പലരും നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടും ദൈവജനത്തെ ബഹുമാനിച്ചും നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനം ഞാൻ നന്ദി പറയുകയാണ്. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.